ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സോക്കർ ഗെയിമാണ്. നമുക്ക് ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അറിയായിരിക്കും, പക്ഷെ നമുക്ക് ഹിസ്റ്ററി അറിയുന്നുണ്ടാവില്ല. ഹിസ്റ്ററിയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോക്കർ ചൈനയിൽ 300 BC കണ്ടുപിടിച്ച ഒരു സ്ട്രീറ്റ് ഫുട്ബോളാണ്. തെരുവിൽ കളിക്കുന്ന ഒരു ഫുട്ബോളായിരുന്നു. അത് മീഡിയവൽ യൂറോപ്പിൽ ബാൻ ചെയ്തു. പിന്നെ അതൊരു സോക്കർ അസോസിയേഷനായി അത് വലിയൊരു ഗെയിമായി മാറി. 1863 അത് സ്ഥാപിക്കപ്പെട്ടത്. ആ ഗെയിമിൽ 11 പേർക്ക് കളിക്കാം. അതിൽ ഗോൾ കീപ്പറിന് അല്ലാണ്ട് വേറെ ആർക്കും കൈകൊണ്ട് ബോൾ എടുക്കാൻ പറ്റുകയില്ല. ഗോൾ കീപ്പർ ഡിഫൻഡറിന് പാസ് ചെയ്ത്, അവിടുന്ന് മിഡ്ഫീൽഡിന് പാസ് ചെയ്ത്, സ്ട്രൈക്കറിന് പാസ് ചെയ്ത് എതിർ ടീമിലുള്ള ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുമ്പോഴാണ് അതിലൊരു ഗോൾ കയറുള്ളൂ. അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ വിന്നിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഈ ഗെയിമിൽ റെഡ് കാർഡും യെല്ലോ കാർഡും ഉണ്ട്. റെഡ് കാർഡ് ഒരു ടീമിനെ എതിർ ടീമിലുള്ള ആളെ പേഴ്സണലായി ഫൗൾ ചെയ്യുമ്പോഴാണ് റെഡ് കാർഡ് ലഭിക്കുന്നത്. പേഴ്സണലായി ഫൗൾ ചെയ്യുമ്പോൾ ഫൗൾ ചെയ്ത സ്ഥലത്ത് നിന്നും ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ മൊത്തം 6 കൊടികളാണുള്ളത്. ഗോൾ ലൈനും ഹാഫ് ലൈൻ എന്ന 2 കൊടികളാണ് 6 സ്ഥലത്തായിട്ടുള്ളത്. 3 എണ്ണം വെച്ചാണുള്ളത്. പിന്നെ അത് മാത്രമല്ല 2 ഗോൾ പോസ്റ്റ്, ഓരോ ഗോൾ പോസ്റ്റുമാണ് ഓരോ ടീമിനും ഉള്ളത്. ഓരോ ടീമിൻ്റെയും ജേഴ്സിയിൽ അവരുടെ ടീം ലോഗോയും അവർക്ക് ജേഴ്സി സ്പോൺസർ ചെയ്ത പരസ്യക്കാരുടെ ലോഗോയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ബോളിൻ്റെ കമ്പനിയുടെ പേരും അതിൻ്റെ ലോഗോയും ഉണ്ടായിരിക്കും. ഈ ബോള് വാക്സിൽ ത്രെഡ് കൊണ്ടാണ് ഇവ തുന്നി കെട്ടുന്നത്. ഇവ ബ്ലാഡർ വാൾവ് ഇതിൻ്റെ അകത്ത് എയർ അടിച്ച് കയറ്റാനായി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പറിന് ഗ്ലൗസും ഷിൻ ഗാർഡും സോക്സും സോക്കർ ബൂട്ടും പിന്നെ ഷോർട്ട്സും ആണ് ഉണ്ടായിരിക്കുക. ഒരു ടീമിൽ എല്ലാവരും ഒരുപോലെ കളിക്കുമ്പോഴാണ് ഇത് കളി ജയിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും പാസിട്ടും ഒക്കെയാണ് കളിക്കാൻ പറ്റുകയുള്ളൂ. സ്ട്രൈക്കേഴ്സിന് അവർക്ക് പരമാവധി സ്കിൽസും ഡ്രിബ്ലിങ്ങും ഉണ്ടായാൽ നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഈ കളിയുടെ ടൈം 90 മിനിറ്റ് ആണ് സോക്കർ അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും വീണ്ടും